സുഹൃത്തുക്കളെ, ഈ മാർച്ച് 26 നമ്മുടെ ശുക്രൻ രാശി മാറുകയാണ്. അപ്പം 26 5:13 AM. അപ്പം ഈ ശുക്രൻ രാശി മാറുക എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് സമ്പത്താണ് കൊണ്ടുത്തരുന്നത്. കാരണം ശുക്രൻ്റെ പല വീഡിയോയിൽ നമ്മൾ ഒരുപാട് കാര്യം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ ശുക്രനെ പറ്റി നമുക്ക് പ്രതിപാദിക്കാതിരിക്കാൻ പറ്റില്ല. കാരണം ശുക്രൻ എന്ന സമ്പത്തിൻ്റെ ഗ്രഹമാണ്. നമുക്കിപ്പോൾ ഒരാൾക്ക് വീട് വേണം, ഒരു വീട് വേണമെന്നൊരു ശുക്രൻ അറിയാതെ ഒരിക്കലും ഒരാൾക്ക് വീട് വാങ്ങിക്കാൻ പറ്റത്തില്ല. കാരണം ആ ശുക്രൻ്റെ മേളിൽ കൂടെ ട്രാൻസിഷനിൽ കൂടെ ഈ ജൂപ്പിറ്ററോ അല്ലെന്നുവരിയിൽ സാറ്റേണൊക്കെ പാസ് ചെയ്യുന്ന സമയത്ത് മാത്രമേ വീട് വാങ്ങിക്കാനുള്ള പറ്റത്തുള്ളൂ. കാരണം ആ ഒരു സമയത്ത് മാത്രമേ ആക്ടിവേറ്റ് ആകുകയുള്ളൂ. ഇപ്പം നിങ്ങൾ ഇന്നിപ്പോൾ ഒരു ഡയമണ്ട് വാങ്ങിക്കണമെന്ന് ഒരിക്കലും ഇമ്പോസിബിളാണ്. ശുക്രനില്ലെന്ന് വരി ഒരിക്കലും നിങ്ങൾക്ക് ഡയമണ്ട് വാങ്ങിക്കാം. ശുക്രൻ ഗോചാരത്തിൽ കൂടെ, ഗോചാരം എന്ന് പറഞ്ഞാൽ അത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം നമ്മൾ വരുമ്പോഴത്തേന്. അപ്പം ഗോചാരത്തിൽ കൂടെ നമുക്കിത് നമ്മുടെ ഗ്രഹത്തിൻ്റെ മേലിൽ, അതായത് ശുക്രൻ്റെ മേളിൽ കൂടെ ശുക്രൻ പാസ് ചെയ്യുകയോ അല്ല വ്യാഴം ശനി ഇങ്ങനെയുള്ള ചില ഗ്രഹങ്ങൾ പാസ് ചെയ്യുകയോ അങ്ങനെയുള്ള സമയത്ത് മാത്രമേ പറ്റത്തുള്ളൂ. അതിൻ്റെ അലൈൻമെൻറ്റും കണക്ടിവിറ്റിയും അങ്ങനെ പല കാര്യങ്ങളുണ്ട്. അപ്പം അതുതന്നെയല്ല, നമുക്കിപ്പം ജീവിതത്തിലെ നമ്മുടെ ജീവിതത്തിലെ ഓരോ കാലഘട്ടങ്ങളും ഓരോ കാര്യങ്ങൾ അക്യുറേറ്റായിട്ട് പറയാൻ പറ്റുക. അതായത് നമുക്ക് ഒരു ജീവിതത്തിൽ എത്രാമത്തെ വയസ്സ് നമുക്ക് ജോലി കിട്ടി, ഫസ്റ്റ് സാലറി എത്രാമത്തെ വയസ്സിൽ കിട്ടിയത് മുതൽ ഇങ്ങോട്ട് വന്നിട്ട് നമുക്ക് ചൈൽഡ് ബർത്ത്, നമുക്ക് കുട്ടികളുണ്ടാകുന്നത്, അല്ലെങ്കിൽ നമ്മൾ വീട് വെക്കാൻ പറ്റുന്നത്, വണ്ടി വാങ്ങിക്കാൻ പറ്റുന്നത്, എപ്പോൾ വണ്ടി വാങ്ങിക്കാൻ പറ്റും, എപ്പോൾ വീട് വെക്കാൻ പറ്റും, എപ്പോൾ കല്യാണം കഴിക്കാൻ പറ്റും, അതെന്ന് പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളും നമുക്ക് പറയാൻ പറ്റുമെന്നാണ് മനസ്സിലാക്കട്ടെ. അല്ല പിന്നെ ഇങ്ങനൊരു സയൻസിൻ്റെ ആവശ്യം ഇവിടെ ഇല്ല എന്നുള്ളത് മനസ്സിലാക്കുക. കാരണം ഞാൻ ഒരു 10-16 കൂടുതൽ സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് പഠിച്ചിട്ടുണ്ട്. അപ്പം ആ ഒരു ഇതിലെന്ന് പറഞ്ഞാൽ അക്യുറസി പാർട്ടിലും ഈ പ്രഡിക്ഷൻ പാർട്ടിലും പെർഫെക്ഷൻ എന്ന് പറയുന്നതാണ് ബൃഹനാടി. അപ്പോൾ അതിനകത്ത് ഓരോ കാര്യങ്ങളും നമുക്ക് ഡീപ്പായിട്ട് അറിയാൻ പറ്റും. നമ്മുടെ കഴിഞ്ഞ പല വീഡിയോയിലകത്ത് ശുക്രനുമായിട്ട് ബന്ധപ്പെട്ട ഈ എന്താ പറയുക, നമ്മുടെ വാസ്തുപരമായിട്ട് ശുക്രൻ എന്ന് പറഞ്ഞാൽ ശുക്രന് ന്യൂമറോളജി പ്രകാരം നമ്പർ 6 ആണ്. അപ്പം നമ്പർ 6 മൊബൈൽ ന്യൂമറോളജി പ്രകാരം ആ 6മായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചില വീഡിയോയ്ക്കകത്ത് പറഞ്ഞിട്ടുണ്ട്. അതേമാതിരി ശുക്രൻ്റെ പല വീഡിയോയിലും നമ്മൾ ശുക്രനുമായിട്ട് വാസ്തുപരമായിട്ട്, അതായത് ശുക്രൻ എന്ന് പറഞ്ഞാൽ ഡയറക്ഷൻ ഭരിക്കുക എന്ന് പറഞ്ഞാൽ ആ ഒരു നമുക്ക് സൗത്ത് ഈസ്റ്റ് ഡയറക്ഷനിലാണ് ശുക്രൻ ഭരിക്കുന്നത്. അപ്പോൾ ഈ സൗത്ത് ഈസ്റ്റ് ഡയറക്ഷനിൽ എന്തെങ്കിലുമുള്ള ടോയ്ലറ്റ് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ശുക്രൻ എന്ന് പറഞ്ഞാൽ സമ്പത്തില്ലാതെ വരും. അതുപോലെ വയർ റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് അസുഖങ്ങളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ പല വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. നേരത്തെയുള്ള ശുക്രൻ്റെ വീഡിയോ പോയി നോക്കിക്കഴിഞ്ഞാൽ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വാസ്തുപരമായിട്ടുള്ള ശുക്രനും വാസ്തുവും കൊണ്ടുള്ള പ്രഡിക്ഷൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ മൊബൈൽ ന്യൂമറോളജി വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ശുക്രനും മൊബൈൽ ന്യൂമറോളജി ആയിട്ട് ശുക്രനും നെയിമുമായിട്ടുള്ളത്. അപ്പം ഈ ശുക്രൻ എന്ന് പറഞ്ഞാൽ നമ്പർ 6 ആണ്. അപ്പോൾ ഈ നമ്പർ 6മായിട്ട് ഈ നമ്പർ 6 എന്ന് പറയുന്നത് അതിൻ്റെ എനിമി പ്ലാനറ്റ്, അതായത് ശത്രു ഗ്രഹങ്ങളുണ്ട്. ഈ എല്ലാ ഗ്രഹങ്ങൾക്കും ശത്രുക്കളും മിത്രങ്ങളുണ്ട്. അങ്ങനെ ശത്രു ഗ്രഹങ്ങൾ നമ്മുടെ പ്ലാനറ്ററി പൊസിഷനിൽ എങ്ങനെയും കണക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമുക്ക് ലൈഫിൽ പല ഓബ്സ്റ്റക്കിൾ വരും. എന്ന് പറഞ്ഞ പോലെ നമ്മുടെ മൊബൈൽ നമ്പർ ഒരു 3 വർഷത്തിൽ കൂടുതൽ യൂസ് ചെയ്യുമ്പോഴത്തേന് ആ മൊബൈൽ നമ്പറിലെ ചില നമ്പേഴ്സ്, ഈ എനിമി നമ്പേഴ്സ് അങ്ങനെയൊക്കെ വന്നിട്ട് കണക്റ്റ് ആവുക, ഈ ശുക്രനുമായിട്ട് കണക്റ്റ് ആവുക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് പല രീതിയിലുള്ള പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാകും. അപ്പോൾ ആ ഒരു കാര്യങ്ങൾ നമ്മുടെ കഴിഞ്ഞ അതിന് മുമ്പത്തെ നിങ്ങൾ ശുക്രൻ്റെ വീഡിയോയിൽ പോയി കഴിഞ്ഞാൽ ആ മൊബൈൽ നമ്പറിൽ ഡീറ്റെയിൽ ആയിട്ട് ഉള്ള കാര്യങ്ങൾ അറിയാൻ പറ്റും. കാരണം കേരളത്തിൽ ഇത്ര പ്രചാരമില്ല ഈ മൊബൈൽ ന്യൂമറോളജി. കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എന്താണെന്ന് എനിക്കറിഞ്ഞുകൂടാ, ആ ന്യൂമറോളജിയുടെ അത്ര അവയർനെസ് ഇല്ല. പക്ഷേ നേരം ഒന്ന് മനസ്സിലാക്കുക, നമ്മൾ ഒരു മൊബൈൽ ഇപ്പോൾ യൂസ് ചെയ്യുന്നതിൽ ഇപ്പോൾ ഒരു 10-20 വർഷമായിട്ടുള്ള ഈ ഒരു അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഇപ്പോൾ ഒരു കഴിഞ്ഞ 10 വർഷങ്ങളിൽ ആ സാധാരണക്കാരുടെ കയ്യിലോട്ട് മൊബൈലായിരിക്കുന്നത്. അപ്പം ഈ മൊബൈൽ ഒരു 3 വർഷത്തിൽ കൂടുതൽ ഓരോ കാര്യങ്ങൾ നമ്മൾ യൂസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് പല രീതിയിലുള്ള ഇമ്പാക്റ്റ് പ്രശ്നങ്ങളുണ്ടാകും. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടാകും. നമ്മുടെ മൊബൈൽ ന്യൂമറോളജിയുടെ അങ്ങനെ വീഡിയോ പോയി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാൻ പറ്റും. അങ്ങനെ വാസ്തു, ന്യൂമറോളജി, ഈ പറഞ്ഞ മൊബൈൽ ന്യൂമറോളജി, പിന്നെ നെയിമുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, അങ്ങനെ റിലേറ്റഡ് ആയിട്ടുള്ള പല കാര്യങ്ങളും നമ്മൾ ഈ ശുക്രനുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴെന്ന് ഈ ഒരു സബ്ജക്റ്റിൽ ഈ ഒരു പ്രാവശ്യത്തെ വീഡിയോയ്ക്കകത്ത് നമ്മൾ അതെല്ലാം കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കുക. അതിനകത്ത് പകരമായിട്ട് നമ്മൾ വേറെ കുറച്ച് ഈ ശുക്രനുമായിട്ട് ഗ്രഹങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ചില ഗ്രഹങ്ങൾ നമ്മുടെ ബർത്തിയായിട്ട് കയറി വന്നു കഴിഞ്ഞാൽ നമുക്കെങ്ങനെ അതിനെ പറ്റി നമുക്കെങ്ങനെ അത് ബെനിഫിറ്റ് വരുന്നു എന്നുള്ള കാര്യങ്ങളാണ് പറയുന്നത്. എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക്
നമുക്ക് നമ്മുടെ ബർത്ത് ചാർട്ടിൽ എവിടെയെങ്കിലും നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ശുക്രൻ നിൽക്കുന്നു. ആ ശുക്രൻ നിൽക്കുന്നതിൻ്റെ തൊട്ട് മുമ്പ് വ്യാഴം വന്നെന്ന് വെച്ചോ. വ്യാഴം എന്ന് പറഞ്ഞാൽ ജീവഗ്രഹമാണ്. അപ്പോൾ എവിടെ നിന്നാട്ടോ നമ്മുടെ ബർത്ത് ചാർട്ട് എവിടെ ആയാലും ഈ ശുക്രൻ്റെ തൊട്ട പ്രീവിയസ് ഹൗസിൽ നമുക്ക് ഈ പറയുന്ന ജൂപ്പിറ്റർ വ്യാഴമെന്ന് പറഞ്ഞ ഗ്രഹം നിന്ന് കഴിഞ്ഞാൽ ഒരിക്കലും ആ ആളിന് ഒരു അധികം ദുഃഖിക്കേണ്ടി വരത്തില്ല. അത്യാവശ്യം നല്ല സമ്പത്ത്, സൗഭാഗ്യം, ജീവിതത്തിൽ നല്ല ഉയർച്ചകൾ, അതുമാത്രമല്ല ആയുസ് കൂട്ടിക്കിട്ടും. 67 വയസ്സ് വരെ ഒരുമാതിരിപ്പെട്ട അസുഖങ്ങളൊന്നും വരികയില്ല. അപ്പോൾ അങ്ങനെ ഓരോ കാര്യങ്ങളും നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റും. പ്രത്യേകിച്ച് ഈ ഡോക്ടേഴ്സിൻ്റെ ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒക്കെ ആണെങ്കിൽ പോലും ഇങ്ങനെയൊക്കെ ഉള്ള ആ ഒരു കോമ്പിനേഷനുണ്ട്. അതുപോലെ പല ഇങ്ങനെയുള്ള റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ബിസിനസ്സുകാരായാലും ഫിലിം ഫീൽഡിലുള്ള ആൾക്കാരായാലും അപ്പം അങ്ങനെ ഓരോ കാര്യങ്ങളും നമുക്ക് പറയാൻ പറ്റും. അപ്പം ഇത് നിങ്ങൾക്ക് പിന്നെ ചോദിക്കുമായിരിക്കും ചിലപ്പോൾ എപ്പോഴാണ്. അപ്പോൾ അവിടെ നമുക്ക് ഇമ്പോർട്ടൻസ് അതിനാണ് ഗോചാരം എന്ന് പറയുന്നത്. ഗോചാരം എന്ന് പറഞ്ഞാൽ നമ്മൾ ജനിക്കുമ്പോൾ നമ്മുടെ ബർത്ത് ചാർട്ടിൽ നമുക്കൊരു ഓരോ ഗ്രഹങ്ങളുണ്ട്. ആ ഗ്രഹങ്ങളുടെ മേളിൽ കൂടെ പിന്നെ ഗ്രഹങ്ങൾ പാസ് ചെയ്യും. അതായത് സ്കൈയിലെ ആകാശത്ത് ഗ്രഹങ്ങൾ പാസ് ചെയ്യും. ആ സമയത്ത് 100% സംഭവിച്ചിരിക്കും. സപ്പോസ് ഇപ്പം നമുക്ക് ശുക്രനാണെന്ന് വെച്ചോ. ഈ ശുക്രന് ഒരു പൊസിഷനിൽ നിൽക്കുന്നു. ആ ശുക്രൻ്റെ മേളിൽ കൂടെ ഇപ്പം എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം വ്യാഴത്തിൻ്റെ ട്രാൻസിഷൻ പീരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 12 വർഷമാണ്. അതുപോലെ ശനിയുടെ എന്ന് പറഞ്ഞാൽ 30 വർഷമാണ്. അപ്പോൾ വ്യാഴം എന്ന് പറഞ്ഞാൽ ഒരു രാശിയിൽ അപ്പോൾ 12 വർഷം എന്ന് പറഞ്ഞാൽ 12 രാശികൾ. അപ്പോൾ ഒരു രാശിയിൽ ഒരു വർഷം. അതുപോലെ ശനിയാണെങ്കിൽ 2.5 വർഷം ഒരു രാശിയിൽ. അങ്ങനെ 30 വർഷം കൊണ്ട് ഒരു സോഡിയാക് സൈൻ കംപ്ലീറ്റ് ആയിട്ട് ഒരു റൗണ്ട് കംപ്ലീറ്റ് ചെയ്യുന്നത്. അങ്ങനെ 62 റൗണ്ട് കൂടുമ്പോൾ ഷഷ്ടി പൂർത്തി. അപ്പോൾ ഈ 30 വയസ്സെന്ന് പറഞ്ഞാൽ പോലും ശനി ഒരു 30 വർഷം ആകുമ്പോഴെന്ന് പറഞ്ഞാൽ അതൊരു ടേണിംഗ് പോയിൻ്റാണ്. അപ്പം ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ അതുമായിട്ട് നമുക്കൊന്ന് അലൈൻ ചെയ്തിട്ട് വായിക്കേണ്ടി വരും. അപ്പോൾ ഈ പറയുന്ന പ്ലാനറ്ററി പൊസിഷനിൽ കൂടി ഈ പറയുന്ന ഗ്രഹങ്ങൾ ഏതെങ്കിലും നമ്മുടെ ശുക്രൻ്റെ മേളിൽ കൂടെ പാസ് ചെയ്യും. നമുക്ക് വീട് വാങ്ങിക്കാൻ, വണ്ടി വാങ്ങിക്കാൻ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ, ഇവൻ ഡയമണ്ട് വാങ്ങിക്കാൻ, അങ്ങനെ ശുക്രനില്ലെന്നൊരു നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പം ഇതെന്ന് പറഞ്ഞാൽ വേറൊരു കാര്യമുണ്ട്. ഇവിടെ തന്നെ നമുക്ക് കേതു കണക്റ്റഡ് ആണെന്നോ രാഹു കണക്റ്റഡ് ആണെന്നോ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നോക്കേണ്ടി വരും. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോമ്പിനേഷനല്ല, മൾട്ടിപ്പിൾ കോമ്പിനേഷനാണ്. പിന്നെ ഒന്നിന് തന്നെ മൾട്ടിപ്പിൾ മീനിങ് ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ കമ്പ്യൂട്ടറൊക്കെ ഉള്ളതും ഈ കാര്യങ്ങൾക്കൊന്നും ഇന്നും പ്രസക്തി ഇല്ലാതായിപ്പോയത്. കാരണം കമ്പ്യൂട്ടറിന് വിവേചനമായിട്ടുള്ള ഒരു ബുദ്ധിയില്ല. മനുഷ്യനാണെന്നൊരു ഹ്യൂമൻ ബീങ്സിനാണെന്നൊരു അവർക്ക് ഓരോ കാര്യങ്ങളും ഫിൽട്ടർ ചെയ്ത് ഓരോ കാര്യങ്ങളും കറക്റ്റായിട്ട് അറിയാനും എടുക്കാനുമുള്ള കഴിവും പക്വതയും ഉണ്ട്. അപ്പം ഇത് നോക്ക്, ഞാൻ ഇതിൻ്റെ ആയിട്ടുള്ള ഓരോ നാളിൻ്റെ ഈ ശുക്രൻ്റെ ആയിട്ടുള്ള വീഡിയോ ഈ പ്രാവശ്യം ചെയ്തിട്ടുണ്ട്. ഇച്ചിരി ലോങ് വീഡിയോ ആണ്. പക്ഷേ എന്ന് വെച്ചാൽ അത് അവയർനെസ്സിൻ്റെ ഭാഗമായിട്ടാണ്. നിങ്ങൾക്ക് ഡീറ്റെയിൽഡായിട്ട് നിങ്ങൾക്ക് ഓരോ നാളിനെ പറ്റി അറിയണമെന്ന് വരില്ല. അപ്പോൾ പോയി കാണാവുന്നതാണ്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഒരു കണക്കിന് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ നാഡീ ജ്യോതിഷമാണ് അതിനകത്ത് ഞാൻ ഇത് ചെയ്തേക്കുന്നത്. കാരണം വേൾഡിൽ ഒരു സയൻസിനും ഇത്ര ഡീപ്പായിട്ട് കാര്യങ്ങൾ പറയാൻ പറ്റത്തില്ല. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, നിങ്ങൾ കേട്ട് കാണുമായിരിക്കും ശിവനാഡി ജ്യോതിഷമെന്നും. ശിവനാഡി അവർ പോലും റിഫർ ചെയ്യുന്ന ഒരു സബ്ജക്റ്റാണ് ഈ പറയുന്ന ബൃഹനാഡി എന്ന് പറയുന്നത്. അപ്പോൾ ആ ബൃഹനാഡി സയൻസാണ് ഞാനിവിടെ ഇതിനകത്ത് ഇതായിട്ട് നമുക്ക് റിഫർ ചെയ്തേക്കുന്നത്. അപ്പോൾ നമുക്ക് നാഡീ ജ്യോതിഷത്തിൻ്റെ അന്തർധാരയിലേക്ക് വെളിച്ചം വീശുവാൻ കഴിവുള്ള ഒരുപാട് എക്സാമ്പിൾസ് ആ ഒരു ഇതിൻ്റെ അനുസരിച്ച് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് താല്പര്യം ഉണ്ടോയെന്നൊരു പോയിട്ട് കാണാവുന്നതാണ്. അപ്പം അതേമാതിരി എന്തെങ്കിലും ഈ ഒരു സബ്ജക്റ്റ് ഓറിയൻറ്റഡ് ആയിട്ട് ബൃഹനാഡി റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും പഠിക്കാനോ എടുക്കാനോ അങ്ങനെയൊക്കെ ഉള്ളത് താല്പര്യമുള്ള ആൾക്കാർക്കാണെന്നൊരു ഇതിനകത്ത് ലിങ്കുണ്ട്, ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്കിവിടെ നോക്കേണ്ടത് ഏറ്റവും നമുക്ക് ഈ ബർത്ത് ചാർട്ടിലെ കണക്ടിവിറ്റിയാണ്. സപ്പോസ് നമുക്ക് വീനസ് എന്ന് പറഞ്ഞ ഒരു ഗ്രഹം, അതായത് ശുക്രൻ എന്ന് പറഞ്ഞത് സമ്പത്തിൻ്റെ ഗ്രഹമാണെന്ന് പറയും, നിങ്ങൾക്കൊരു അറിവിന് വേണ്ടി പറയുക. അപ്പം അവിടെ കേതു കണക്റ്റ് ആയിട്ട് നിൽക്കും ഒരാളുടെ ബർത്ത് ചാർട്ടിൽ. അങ്ങനെ ഉണ്ടെന്നൊരു 100% ആ ആളിന് ജീവിതത്തിൽ ഫൈനാൻഷ്യൽ ലോസ് 100% വരും. അത് എപ്പോൾ വരുമെന്ന് പറഞ്ഞാൽ ഈ കേതുവ് ഗോചാരത്തിൽ കൂടെ മേളിൽ കൂടെ ഇതിൻ്റെ മേളിൽ കൂടെ പാസ് ചെയ്യുന്ന സമയത്ത് 100% ഫൈനാൻഷ്യൽ ലോസ് വന്നിരിക്കും. അതേ സമയത്ത് തന്നെ ഈ ഒരു ഗ്രഹം ഈ പറയുന്ന ഈ വീനസ് എന്ന് പറഞ്ഞാൽ ശുക്രൻ്റെ കൂടെ രാഹു നിൽക്കുകയെന്ന് വെച്ചു.
രാഹു എന്ന് പറഞ്ഞാൽ എപ്പോഴും എക്സ്പാൻഡ് ചെയ്യുന്നത്, മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അതേസമയം കേതു എന്ന് പറഞ്ഞാൽ കട്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞ കേതുവിൻ്റെ മേളിൽ കേതു ഇത് രണ്ട് ഗ്രഹങ്ങൾ നമ്മുടെ ബർത്തിയായിട്ട് കണക്റ്റായി നിൽക്കുന്ന ആൾക്കാരെന്ന് ഒരു 100% സാമ്പത്തികമായിട്ട് പല പ്രശ്നങ്ങളെ ചാൻസ് ഓഫ് ഡൈവേഴ്സ് ആകാനുള്ള ഒരു സാധ്യത, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. പിന്നെ നമുക്കതിനകത്ത് ചൊവ്വായ, ശുക്രൻ, അങ്ങനെ പല ഗ്രഹങ്ങളെ നോക്കേണ്ടി വരും. കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ മെയിൽ ചാർട്ട്, ഫീമെയിൽ ചാർട്ട് അങ്ങനെയൊക്കെ ഉള്ളതിൻ്റെ വെച്ചിട്ടാണ് നമ്മുടെ കല്യാണത്തിൻ്റെതും പല കാര്യങ്ങളും നമ്മൾ പറയുന്നത്. അപ്പോൾ ഈവൻ ഒരാൾക്ക് എന്ത് പഠിക്കാൻ പറ്റും, ഇവൻ MBA പോലും പഠിക്കാൻ യോഗമുണ്ടോ, അല്ലെ ഡോക്ടറാകാനുള്ള യോഗമുണ്ടോ, അങ്ങനെ നമ്മുടെ ജീവിതത്തിലെ നാനാതുറകളിലും ബന്ധപ്പെട്ടത് ഈവൻ ഫോറിൻ ട്രാവൽ ചെയ്യാൻ പറ്റുമോ, വിദേശത്ത് പോകാൻ യോഗമുണ്ടോ, വിദേശത്ത് പോയാൽ സെറ്റിൽ ചെയ്യാൻ പറ്റുമോ, എപ്പോൾ പോകാൻ പറ്റും, എപ്പോൾ സെറ്റിൽ ചെയ്യാൻ പറ്റും, അങ്ങനെ A to Z കാര്യങ്ങൾ പറയാനുള്ള സയൻസും ടെക്നോളജി ഇവിടെ ഉണ്ടെന്നുള്ള കാര്യം മനസ്സിലാക്കുക. അപ്പോൾ പറഞ്ഞു വന്നാൽ ഇപ്പം നമ്മൾ ശുക്രൻ്റെ കാര്യം, ഈ ശുക്രൻ്റെ കൂടെ രാഹു കണക്ട് ചെയ്യുക. അപ്പോൾ ഈ രാഹു ശുക്രൻ കൂടെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഒരുപാട് പൈസ കാണും, ഒത്തിരി സമ്പത്ത്, ഒരുപാട് കാര്യങ്ങൾ, ഒത്തിരി കാര്യങ്ങൾ, ലക്ഷറികൾ. പിന്നെ ഈ കണക്ടിവിറ്റി ബാക്കി ഏതെങ്കിലും ഗ്രഹങ്ങളോടോ കണക്ടിവിറ്റി ഉണ്ടോ എന്ന് നോക്കണം. അപ്പം നിങ്ങളിനി അടുത്ത പറഞ്ഞാൽ ഇനി ചിരി വരും നിങ്ങൾക്ക്. ഈ ശുക്രൻ്റെ കൂടെ രാഹു കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് പൈസ കിട്ടുമെന്ന് പറഞ്ഞു. അവിടെ തന്നെ ഈ ശുക്രനും രാഹുയുടെ കൂടെ മൂണ്, അതായത് നമ്മുടെ ചന്ദ്രൻ കണക്ട് ചെയ്ത് നിൽക്കുന്നതെന്ന് വെച്ചു, അവൻ്റെ പാളി എന്ന് പറയേണ്ടി വരും. കാരണം എന്താണെന്നറിയാമോ, ആ ഒരു നമുക്ക് ട്രാൻസിഷന്, അതായത് ഗോചാരത്തിൽ കൂടെ ഈ പറയുന്ന പിന്നെ രാഹുവോ ഈ പറയുന്ന അല്ല വ്യാഴമോ ഒക്കെ കയറി, ചില വ്യാഴം, ശനി ഇങ്ങനെയുള്ള ഗ്രഹങ്ങളൊക്കെ ചിലപ്പോൾ പാസ് ചെയ്യുന്ന സമയത്ത് ഇവിടമായിട്ട് കണക്ട് ചെയ്യുമ്പോഴെന്ന് പറഞ്ഞാൽ മൾട്ടിപ്പിളായിട്ടുള്ള ലോസ്, 7 നില പൊട്ടേണ്ടതായിട്ടുള്ള സിറ്റുവേഷൻ. കാരണം എപ്പോഴും ഈ ട്രാവലിൻ്റെയും അല്ലെന്ന് വരില്ല റിലേറ്റഡ് ആയിട്ടുള്ള ഈ എന്തെങ്കിലും ചേഞ്ചസിൻ്റെ സഡൻ ചേഞ്ചസിൻ്റെ ഒരു ഗ്രഹമാണ് ഈ പറയുന്ന ചന്ദ്രൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഫൈനാൻഷ്യൽ ലോസ് 100%, പ്രത്യേകിച്ച് രാഹു എന്ന് പറഞ്ഞാൽ മൾട്ടിപ്ലൈ ചെയ്യുന്നതെന്ന് പറഞ്ഞു ഒരുപാട് ഇരട്ടി. അപ്പോൾ നേരത്തെ നമ്മൾ രാഹുവിനെയും ശുക്രനെയും പറ്റി പറഞ്ഞ് ഒരുപാട് പൈസ കിട്ടുമെന്നാണ്. അപ്പോൾ അതിൻ്റെ കൂടെ ഇവിടെ നമ്മുടെ ചന്ദ്രൻ കയറി കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ 100% ഈ ഉണ്ടാകുന്ന മാതിരി തന്നെ 4 ഇരട്ടി പൈസ പോകുമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പം അതിൻ്റെ ആയിട്ടുള്ള ഓരോ ഡീപ്പായിട്ട് പോകുമ്പോഴേ നിങ്ങൾ അതിൻ്റെ ആ ഒരു കാര്യങ്ങൾ മനസ്സിലാകത്തുള്ളൂ. അപ്പം ഒന്ന് മനസ്സിലാക്കേണ്ട, നമുക്കിങ്ങനെ ശുക്രനുമായിട്ട് ബന്ധപ്പെട്ട ശുക്രനില്ലെന്നൊരു ജീവിതത്തിൽ ഒന്നുമില്ല, ഒരു സമ്പത്തും ഇല്ല. ബാറ്, ഡാൻസ്, പാട്ട്, എല്ലാ സംഭവങ്ങളും, എല്ലാം ജീവിതത്തിലെ ഇത് വെച്ചത് നമ്മുടെ ലൗകിക ജീവിതങ്ങളെ, നമ്മുടെ സന്തോഷകരമായിട്ട് നിമിഷങ്ങളെ അല്ലെന്നൊരു എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈവൻ നമുക്കൊരു എന്താ പറയുക, ഈവൻ ദ ചാൻസ് ഓഫ് സെക്ഷൽ സാറ്റിസ്ഫാക്ഷൻ അതുപോലും ഈ ശുക്രനാണ്. ചില ആൾക്കാർക്ക് അതിന് പോലും യോഗമില്ല. കാരണം എന്ന് പറഞ്ഞാൽ അവർക്ക് ആ ഒരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അവിടെ ശുക്രനും കേതുവും കൂടെ കണക്റ്റഡാണ്. അതുമാതിരി ശുക്രൻ ഈ പറയുന്ന ചൊവ്വായും ഒക്കെ കണക്ടിവിറ്റി പല രീതിയിലുള്ള ആംഗിളിലല്ലെന്നൊരു ശനിയുടെ അങ്ങനെയൊക്കെ ഉള്ള കണക്ടിവിറ്റി ഉണ്ട്. അപ്പോൾ ഈ ഒരു കാര്യങ്ങളല്ലെന്നൊരു അപ്പം ഈ ഒരു സപ്പോസ് ഈ ശനിയൊക്കെ ഈ ചൊവ്വായുമായിട്ടും അല്ലെന്നൊരു ഈ ശുക്രനുമായിട്ടൊക്കെ കണക്ട് ചെയ്യുന്ന ആൾക്കാരെ നോക്കിക്കഴിഞ്ഞാൽ അവർക്കൊക്കെ കല്യാണം, ഇവൻ ആണുങ്ങളായാലും ലേഡീസ് ആയാലും ജെൻസ് ആയാലും അവർക്ക് 30 വയസ്സ് കഴിയാതെ, കല്യാണം പോലും അല്ല 28 വയസ്സിലും ആകാതെ 28 to 36 ആ ഒരു ഏജ് ആകാതെ കല്യാണം കഴിക്കാൻ പറ്റിയല്ല. ഇപ്പം നേരത്തെ നമ്മൾ പറഞ്ഞ ഡയമണ്ട് വാങ്ങിക്കാൻ ഒരു കാരണവശാലും ശുക്രൻ്റെ മേളിൽ കൂടെ ഈ ശുക്രൻ ആക്ടിവേറ്റ് ആകാൻ നമുക്ക് വീടോ വണ്ടിയോ വസ്തുവോ, അപ്പോൾ ഇങ്ങനെ ഈവൻ ഡയമണ്ട് അതേമാതിരിയുള്ള ഒരുമാതിരിപ്പെട്ട കാര്യങ്ങളൊന്നും വാങ്ങിക്കാൻ പറ്റിയാൽ വീട്, വണ്ടി, വസ്തു. അപ്പോൾ ആ ഒരു ശുക്രൻ്റെ ആയിട്ടുള്ള എനർജി, ശുക്രൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല ഗ്രഹമാണ്. നമ്മുടെ പ്ലാനറ്ററി പൊസിഷനിൽ ഏറ്റവും നല്ലതും ഏറ്റവും സമ്പത്തിൻ്റെ എല്ലാത്തിൻ്റെ ഒരു ഗ്രഹമാണ് ശുക്രൻ. അപ്പോൾ നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇതേപ്പറ്റി അറിയാൻ നിങ്ങളുടെ തന്നെ ആദ്യം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ അവിടെ പോയിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ആയിട്ടുള്ള സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ നാളടിക്കുക. എന്നിട്ട് ശുക്രൻ്റെ വീഡിയോ, ശുക്രൻ ഇന്ന നിങ്ങളുടെ നാൾ, രോഹിണിയാണ് രോഹിണി, മകീരമാണ് മകീരം, അങ്ങനെ അടിക്കുക. അപ്പോൾ അടിച്ചു കഴിയുമ്പോൾ അതിൻ്റെ ആയിട്ടുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ കയറി വരും. താല്പര്യമുള്ളവർക്ക് അതിനെ പോയി കണ്ടു കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇത് സബ്സ്ക്രൈബ് ചെയ്ത, കാരണം ഇതുമായിട്ട് ബന്ധപ്പെട്ട മന്ത്ലി, വീക്കിലി അങ്ങനെയുള്ള പല രീതിയിലുള്ള പ്രഡിക്ഷൻസ് വരുന്നുണ്ട്. മന്ത്ലി പ്രഡിക്ഷൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഫൈനാൻസ്, ട്രാവല്, അല്ലെങ്കിൽ ഹെൽത്ത്, വെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള A to Z കാര്യങ്ങൾ ഒറ്റ ഗ്ലാൻസിൽ അറിയാനുള്ള രീതിയിലുള്ള മോഡേൺ രീതിയിലുള്ള ഇതാണ് ചെയ്തേക്കുന്നത്. അതിന്റെ ജസ്റ്റ് സാമ്പിൾ ഇവിടെ ഇട്ടിട്ടുണ്ട്. അത് നിങ്ങളത് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലായി. ഈ ഒരു രീതിയിൽ എല്ലാ ആൾക്കാരുടെയും പ്രഡിക്ഷൻ മന്ത്ലി നിങ്ങൾക്ക്
എങ്ങനെയൊക്കെ ഉള്ളതാണ് കാര്യങ്ങൾ, ഫൈനാൻഷ്യലി എങ്ങനെ നിൽക്കുന്നു, അപ്പൊ എത്ര സ്റ്റാർ ഉണ്ട്, ആ ഒരു സ്റ്റാറിന്റെ അനുസരിച്ച് നിങ്ങൾക്ക് മാറ്റം വരുന്നത്, അങ്ങനെയൊക്കെ എല്ലാം കാണാൻ പറ്റും. അപ്പൊ വേറൊരു കാര്യം ചെയ്യാനുള്ള ഒരു റിക്വസ്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്യുക. ലൈക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഹൈപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരും. ആ ഹൈപ്പ് ഒന്ന് ഞെക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ആ നമ്മുടെ ചാനലിന് എന്തെങ്കിലും ഒരു ബൂസ്റ്റ് ചെയ്യാനോ എടുക്കാനോ, ഒരു ചാനലിന് ഒരു ഗ്രോത്ത് ഉണ്ടാകാൻ വേണ്ടി നല്ലതായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ടൊന്നും ഇത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ വരും. അപ്പോൾ ഒരാൾക്ക് 3 പ്രാവശ്യം വരെ ഹൈപ്പ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് അപ്പോൾ അത് ഇൻഫർമേഷന് വേണ്ടി പറഞ്ഞാണ്. അപ്പോൾ ഒന്ന് ഹൈപ്പ് ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നിട്ട് ഇത് കണ്ടിന്യൂസ് ആയിട്ട് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഇതിന്റെ ആയിട്ടുള്ള വ്യത്യാസങ്ങൾ മനസ്സിലാവും. ഓരോ നാടീയമായിട്ടുള്ള നമ്മുടെ ഓരോ പ്ലാനറ്ററി പൊസിഷന്റെ അവിടെ എങ്ങനെ ഏതൊക്കെ ഗ്രഹങ്ങൾ നിന്ന് കഴിഞ്ഞാൽ എങ്ങനെ ഉള്ളെന്നുള്ളത്. കന്നിരാശി നോക്കിക്കഴിഞ്ഞാൽ ഇവിടുത്തെ നക്ഷത്രാധിപൻ എന്ന് പറഞ്ഞാൽ ബുധനാണ്. അതുപോലെ ഇതിന്റെ നക്ഷത്രങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഉത്രത്തിന്റെ ഒടുവിലത്തെ 3 പാദങ്ങളെ, അത്തം, പിന്നെ ചിത്തിരയുടെ പകുതി. അപ്പോൾ ഇത്രയാണ് ഇതിനകത്തെ നാളുകളെ. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഉത്തരത്തെ ഭരിക്കുന്നത് സൂര്യനാണ്, ബുധകർമ്മയാണ്. അതുപോലെ അത്തത്തെയാണെന്ന് ഭരിക്കുന്നത് ചന്ദ്രനാണ്, ഗുരുകർമ്മയാണ്. അതുപോലെ ചിത്തിരയെ നോക്കിക്കഴിഞ്ഞാൽ ചിത്തിരയെ ഭരിക്കുന്നത് ചൊവ്വാണ്, ശുക്രകർമ്മയാണ്. അപ്പം നിങ്ങളുടെ കർമ്മ കാര്യങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. കാരണം ആ കർമ്മ കാര്യങ്ങൾക്ക് ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട്. പ്രത്യേകിച്ച് ബുധനാണെന്ന് പറഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ്റെ ഗ്രഹമാണ് ഇവിടെ. അപ്പം അവർക്ക് ഈ സോഷ്യൽ മീഡിയ അല്ലെന്ന രീതിയിൽ ഈ ഇങ്ങനെയൊക്കെ ഉള്ളത്, അല്ലെന്ന രീതിയിൽ ബിസിനസ് ചെയ്യാനുള്ള താല്പര്യങ്ങൾ, അല്ല ഇങ്ങനെയുള്ളത്. പ്രത്യേകിച്ച് ആദ്യത്തെ ഉത്തരത്തെ നോക്കിക്കഴിഞ്ഞാൽ സൂര്യനും ബുധനും ഇങ്ങനെയൊക്കെ ഉള്ള കണക്ടിവിറ്റി ഉള്ളവർക്ക്, ഇവർക്ക് ചിലപ്പോൾ ഡോക്ടേഴ്സ് അല്ലെന്ന രീതി ഒരു മെഡിക്കൽ ഫീൽഡുമായിട്ടൊക്കെ പോകാൻ, അഡ്മിനിസ്ട്രേഷൻ സെഷന്, കമ്പ്യൂട്ടർ റിലേറ്റഡ് ആയിട്ടുള്ള പഠിക്കാൻ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിൽ നിന്ന് മാത്രം തന്നെ നമുക്ക് പറയാൻ പറ്റും. ഇത് കൂടാതെ ഓരോരുത്തരുടെ ഇന്റേണൽ പ്ലാനറ്ററി പൊസിഷൻ കണക്ടിവിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിലാണ് നമ്മുടെ കാര്യങ്ങൾ ഇരിക്കുന്നത്. ഇത് ജസ്റ്റ് നിങ്ങൾക്കൊന്ന് അറിയാൻ വേണ്ടി ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറയാൻ പറ്റുമോ എന്നുള്ളത്. അതേമാതിരി അത്തത്തെ നോക്കിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞ മാതിരി ചന്ദ്രനാണ് ഗുരുകർമ്മം. അപ്പോൾ ചന്ദ്രൻ്റെ ആയിട്ടുള്ള ഒരു ബ്യൂട്ടി, ചന്ദ്രൻ്റെ ആയിട്ടുള്ള ചില ഫുഡ് ഇൻഡസ്ട്രിയുമായിട്ടുള്ള ബന്ധപ്പെട്ട താല്പര്യങ്ങൾ, അല്ലെങ്കിൽ ഈ ഫുഡ് റിലേറ്റഡ് ആയിട്ടുള്ള ബിസിനസ് ചെയ്യാനുള്ള താല്പര്യങ്ങൾ, അതുപോലെ ഗുരുകർമ്മ ഒരു പവ്യത, അല്ലെന്നൊരു അച്ചടക്കം, അതേമാതിരി ഈ പറഞ്ഞ ബാങ്കിങ്, ഫൈനാൻസ് ഇങ്ങനെയൊക്കെ ഉള്ള അതുമായിട്ട് വർക്ക് ചെയ്യാനുള്ള താല്പര്യം, അങ്ങനെയൊക്കെ അല്ലെന്നൊരു ഈ പറഞ്ഞ എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള സെക്ടറിലെ വർക്ക് ചെയ്യാൻ. അതുപോലെ ചിത്തിരെ നോക്കിക്കഴിഞ്ഞാൽ ചൊവ്വ ശുക്രകർമ്മ. അപ്പം ഈ ചൊവ്വയുടെ ആയിട്ട് ഹൈ എനർജി, ശുക്രൻ എന്ന് പറഞ്ഞാൽ അവിടെ ഒരു സെക്ഷൽ എനർജിയാണ്. ഈ ചൊവ്വയും ശുക്രൻ്റെ ആയിട്ടുള്ള ഒരു അങ്ങനത്തെ ഒരു എനർജി കാര്യങ്ങളൊക്കെ ഇവർക്ക് അതുമാത്രമല്ല ബുധനും ഈ പറയുന്ന കമ്മ്യൂണിക്കേഷൻ്റെ ഗ്രഹം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇതിൻ്റെ ഒക്കെ ഒരു കോമ്പിനേഷൻ ഇവർക്ക് ഇങ്ങനെയുള്ള ചില സോഷ്യൽ മീഡിയ അങ്ങനെയൊക്കെ യൂസ് ചെയ്യാനുള്ള താല്പര്യം, അല്ലെന്നൊരു ഈ ആഡംബരം, അല്ലെന്നൊരു അഭിനയം റിലേറ്റഡ് ആയിട്ടുള്ള, അല്ലെന്നൊരു ഈ പറയുന്ന മെഡിക്കൽ ഫീൽഡ് റിലേറ്റഡ് ആയിട്ടുള്ള ഈ ആദ്യത്തെ 2 രാശിക്കാർക്കുള്ള, അതല്ലെന്നൊരു ഈ ഇങ്ങനെയുള്ള ആംഗിളിലുള്ള പല കാര്യങ്ങൾ ചെയ്യാനും എടുക്കാനും, ശുക്രൻ്റെ ആയിട്ടുള്ള ആഡംബരം, ചൊവ്വായിട്ടുള്ള ദേഷ്യം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതേപ്പറ്റി നമുക്ക് പറയാൻ പറ്റും. അപ്പം ഇത് നമ്മൾ ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളെ ഡീറ്റെയിൽ നമ്മുടെ ബർത്ത് ചാർട്ടെല്ലാം ടോട്ടലി ഡിഫറൻറ്റാണ്. അതിനകത്ത് ഇൻ്റർണൽ പ്ലാനറ്ററി കണക്ടിവിറ്റിയാണ്. ആ പ്ലാനറ്ററി കണക്ടിവിറ്റി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഓരോ കാര്യങ്ങൾ, ജീവിതത്തിലെ ഓരോ സംഭവവികാസങ്ങളും പറയാൻ പറ്റുമെന്നുള്ളത് മനസ്സിലാക്കാം. ഇവർക്ക് നല്ല സാമ്പത്തികമായിട്ട് നല്ല ഉയർച്ച പ്രതീക്ഷിക്കാത്ത നല്ല രീതിയിലുള്ള അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ധനം വന്നു ചേരാനുള്ള ഒരു സാഹചര്യങ്ങളെ, അതുപോലെ ചില ആൾക്കാരുടെ കുട്ടികളൊക്കെ ഉണ്ടെന്ന് കാര്യം അവരുടെ പേരിൽ അച്ഛനമ്മമാരെന്തെങ്കിലും പുതിയ എന്തെങ്കിലും ഡിപ്പോസിറ്റ് ചെയ്യാൻ, ഒരു ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ കൊണ്ടുവരാനുള്ള സാഹചര്യങ്ങൾ, അതല്ലെന്നൊരു നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു റിട്ടേൺസ് വരാൻ, അതുപോലെ നല്ല സന്തോഷകരമായിട്ടുള്ള ജീവിതങ്ങൾ, നല്ല സുഖസന്തോഷങ്ങൾ നമുക്കുണ്ടാകാനുള്ള സാഹചര്യങ്ങൾ, അതുപോലെ വീട്ടിൽ നല്ല മംഗളകർമ്മം നടക്കാനൊക്കെ ഒരു സാഹചര്യങ്ങളുണ്ട് ഇവരെ ഈ ഒരു നാളുകാരെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം അതുമാത്രമല്ല എന്തെങ്കിലും വീടൊക്കെ വെക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ, വീടിന് കല്ലിടിയിൽ കർമ്മം നടത്താൻ അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ, അതുപോലെ വീട് മോടി പിടിപ്പിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വളരെ നല്ല സമയമാണ്. അതും തന്നെയല്ല, വണ്ടി എന്തെങ്കിലും വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് നല്ലതാണ്. വണ്ടി മാറ്റി പഴയ വണ്ടി എന്തെങ്കിലും കൊടുത്തിട്ട് പുതിയ വണ്ടി വാങ്ങിക്കാൻ, അല്ലെന്നേരി വണ്ടി മോടി പിടിപ്പിക്കാൻ, പുതിയ വണ്ടി വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക്, അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാർക്കെല്ലാം അനുകൂലമായിട്ടുള്ളൊരു സമയമാണ്. അപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട വീട്ടിലൊക്കെ തന്നെ നല്ല സന്തോഷകരമായിട്ടുള്ള നിമിഷങ്ങൾ ഉണ്ടാകാനും, വിദ്യാഭ്യാസപരമായിട്ട് എന്തെങ്കിലും ഒരു ഉയർച്ച ഉണ്ടാകാനൊക്കെ ഉള്ള സാഹചര്യങ്ങൾ, പഠിത്തത്തിലൊക്കെ ഉഴപ്പിയിരുന്ന ആൾക്കാർക്ക് ഈ ഒരു സമയത്ത് നല്ല
പഠിക്കാനെടുക്കാനും ഒക്കെ ഉള്ള ഒരു ഊർജ്ജസ്വലത കൂടുതൽ വരാനും നല്ല ഡൊമസ്റ്റിക് എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്യാനും അതേമാതിരി നോക്കിക്കഴിഞ്ഞാൽ റിയൽ എസ്റ്റേറ്റ് ഫീൽഡിനൊക്കെ ബന്ധപ്പെട്ടിരിക്കുന്ന ആൾക്കാർക്കൊക്കെ വളരെ അനുകൂലമായിട്ടുള്ള ഒരു സമയം. അത് തന്നെയല്ല, വസ്തുവൊക്കെ വാങ്ങിച്ച് വിൽക്കാനും എടുക്കാനും ഒക്കെ ഉദ്ദേശിക്കുന്ന ആൾക്കാർക്ക് അങ്ങനെയുള്ള ലാഭമുണ്ടാക്കാനൊക്കെ ഉള്ള ഒരു അനുകൂലമായിട്ടുള്ള സമയമാണ്. പിന്നെ കൃഷി ഇങ്ങനൊക്കെ ഉള്ള ബന്ധപ്പെട്ടിരിക്കുന്നവർക്ക് കൃഷിക്കകത്തുനിന്ന് നല്ല ലാഭം, അതുപോലെ പ്രത്യേകിച്ച് ക്ഷീര കർഷകരെ അല്ലെങ്കിൽ നമുക്ക് ചിലപ്പം നമ്മുടെ വസ്തുവിനകത്ത് ചിലപ്പോൾ വൃക്ഷങ്ങളോ നമ്മുടെ പഴയ രീതിയിൽ എന്തെങ്കിലുമൊക്കെ ഉള്ള ഇതിൽ നിന്നൊക്കെ ഉള്ള ഇൻവെസ്റ്റ്മെന്റ് വൃക്ഷങ്ങളൊക്കെ വെട്ടിക്കൊടുത്തിട്ട് അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളിലൊക്കെ എങ്ങനെയല്ലേ ഈ ഒരു ഇതുമായിട്ട് ബന്ധപ്പെട്ട നമ്മുടെ വീടും വസ്തുക്കളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ ഒരു നല്ലതായിട്ടുള്ള എന്തെങ്കിലും ഒരു ഇൻകം ജനറേറ്റ് ചെയ്യാനുള്ള ഒരു സാഹചര്യങ്ങളും വീട്ടിൽ എന്തെങ്കിലും ഈ ഒരു പറഞ്ഞ രീതിയിലുള്ള ചേഞ്ചസ് ഉണ്ടാകാനൊക്കെ ഉള്ള വളരെ അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ. അത് മാത്രമല്ല, ചില ആൾക്കാർക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബർത്തിയാട്ടില് ഈ നല്ല ശുക്രനും നല്ല ഈ പറയുന്ന വ്യാഴവും ഒക്കെ കണക്ട് ചെയ്തിരിക്കുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ശുക്രനും രാഹുവും ഒക്കെ കണക്ട് ചെയ്തിരുന്ന ആൾക്കാരൊക്കെ ഉണ്ടെന്ന് വരും. അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാർക്ക് ഒരു ലോട്ടറി ഭാഗ്യം, അങ്ങനെ ലോട്ടറി ഒക്കെ അടിക്കാനൊക്കെ ഉള്ളൊരു നല്ല അനുകൂലമായിട്ടുള്ള സാധ്യതയുണ്ട്. അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഇങ്ങനെയൊക്കെ ഉള്ള ഒരു ഗെയിൻ ഉണ്ടാകാൻ ഇങ്ങനെയുള്ള ഒരു അനുകൂലമായിട്ടുള്ള സാഹചര്യമാണ്. അതുപോലെ ഇങ്ങനെ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും അസുഖങ്ങളുമായിട്ടൊക്കെ ബുദ്ധിമുട്ടിയിരുന്ന ആൾക്കാർക്കാണെന്ന് ഈ ശുക്രന്റെ വരവെന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ മാറി ഒരു സന്തോഷകരമായിട്ടുള്ള ജീവിതങ്ങൾ കൊണ്ടുവരാൻ. പ്രത്യേകിച്ച് നിങ്ങളുടെ ഇതിപ്പം രാശി വെച്ചിട്ടുള്ള ഫലമാണ്, പക്ഷെ നിങ്ങളുടെ ബർത്ത് ഇങ്ങനെ കണക്ട് ചെയ്ത് നിൽക്കുന്നുണ്ടെന്നൊരു 100% നിങ്ങൾക്ക് ശുക്രന്റെ മേളിൽ കൂടെ ശുക്രൻ പാസ് ചെയ്യുന്ന സമയമാണെന്നൊരു നമുക്ക് ഈ കാര്യങ്ങളൊക്കെ നടന്നിരിക്കും. അതുപോലെ വിദേശത്തൊക്കെ പോകാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് വളരെ അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ്. പിന്നെ നമ്മുടെ ജീവിതത്തിൽ നല്ല നർമ്മ സല്ലാപങ്ങൾ ഉണ്ടാകാൻ, അല്ലെങ്കിൽ നമ്മുടെ സീക്രട്ട് ആയിട്ടുള്ള എന്തെങ്കിലും നമ്മുടെ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾക്കൊക്കെ, പ്രത്യേകിച്ച് ബെഡ്റൂം ലൈഫൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ സന്തോഷകരമായിട്ട് ഇരിക്കാനൊക്കെ ഉള്ളൊരു സാഹചര്യങ്ങൾ. അതുപോലെ ചില ആൾക്കാരൊക്കെ ഈ അസ്ട്രോളജി റിലേറ്റഡ് ആയിട്ടുള്ള ഇങ്ങനെ ജ്യോതിഷം അങ്ങനെയൊക്കെ പഠിക്കാനൊക്കെ ഉള്ള ആൾക്കാർക്കൊക്കെ ഈ ഒരു സമയത്ത് വളരെ അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ്. അതും കൂടെ പറയുവാണ്. അങ്ങനെ പൊതുവേ എന്ന് പറഞ്ഞാൽ ഈ ഒരു നാളുകാരെ പറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാം അനുകൂലം അല്ലെങ്കിലും ഒന്ന് പ്രതികൂലമാണ്, അടുത്ത അനുകൂലമാണ്. അത്രയൊന്നും മോശമല്ലാത്തതായിട്ടുള്ള ഒരു പ്രഡിക്ഷനാണ് ഇവരെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മളിപ്പോൾ ഇത് പറഞ്ഞെന്ന് പറഞ്ഞാലും നിങ്ങൾ ഒന്ന് വിചാരിക്കുക, ഇതെല്ലാം നമ്മുടെ പ്ലാനറ്ററി പൊസിഷനാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. നമ്മൾ കർമ്മ ജസ്റ്റ് പറഞ്ഞു പോയി, പക്ഷേ നിങ്ങളുടെ ഇതിലുള്ള ഓരോ പ്ലാനറ്റുകളിലിരിക്കുന്ന ഓരോ ഗ്രഹങ്ങളെ നോക്കി നമുക്ക് ജീവിതത്തിലെ ഓരോ സാഹചര്യങ്ങളും നിങ്ങൾ ആരാകും, എന്താകാനാണ്, എന്ത് പഠിക്കാനോ, എന്ത് പഠിച്ചാലും നമുക്ക് വിജയിക്കാൻ പറ്റും. അങ്ങനെ നോക്കിയിട്ട് വേണം. ഞാൻ പറയുന്നതെന്ന് ഒരു 12 വയസ്സായ കുട്ടിയായപ്പോലും അവരെ തീർച്ചയായിട്ടും അവരുടെ ബർത്തിയായിട്ട് അനലൈസ് ചെയ്യണം. കാരണം അവരെ ചാനലൈസ് ചെയ്യണം. അവരെ എന്ത് പഠിക്കണമെന്ന് പറഞ്ഞാൽ അവർ ആ പഠിക്കുന്നത് ആ ഒരു സബ്ജക്റ്റിലല്ല, അവരുടെ ബർത്തിയായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പ്ലാനറ്ററി പൊസിഷന് ഏതൊക്കെ ഗ്രഹങ്ങൾ കണക്ടിവിറ്റി നിൽക്കുന്നു. അപ്പോൾ പ്രത്യേകിച്ച് ബുധൻ എഡ്യൂക്കേഷൻ്റെ ഗ്രഹമാണ്. ആ ബുധനുമായിട്ട് ബന്ധപ്പെട്ട ഏതൊക്കെ ഗ്രഹങ്ങൾ കണക്റ്റ് ആയിട്ടുണ്ട്, അപ്പോൾ ആ ഒരു രീതിയിലുള്ള അല്ലെന്നൊരു എവിടെയൊക്കെ നെഗറ്റീവായിട്ടുള്ള പ്ലാനറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ നെഗറ്റീവായിട്ടുള്ള പ്ലാനറ്റിൻ്റെ കാര്യങ്ങൾ, ആ ഗ്രഹങ്ങളുടെ കാര്യങ്ങൾ നമുക്ക് പഠിച്ചു കഴിഞ്ഞാൽ അവിടെ സക്സസ് ആകത്തില്ല. അതേസമയം നമുക്ക് ഫേവറബിളായിട്ടുള്ള പല കാര്യങ്ങളുണ്ട്, പല ഗ്രഹങ്ങൾ പോസിറ്റീവായിട്ട് നിൽക്കുന്നത്. ആ ഗ്രഹങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ഉയർച്ച, ജീവിതത്തിൽ ഭയങ്കര ഉയർച്ച. അത് തന്നെയല്ല, ആ പഠിക്കുന്നതായിരിക്കും ഫ്യൂച്ചറിൽ തൊഴിൽ കിട്ടുന്നത്. അപ്പോൾ തൊഴിലും അവിടെ നോക്കുമ്പോൾ ഫ്യൂച്ചർ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടാണ്. അപ്പോൾ അവിടെ ഈ പറഞ്ഞ തൊഴിലെന്ന് പറഞ്ഞാൽ അവിടെ തൊഴിലിൻ്റെ ഗ്രഹം ശനിയാണ്. അപ്പോൾ ശനിയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളത് അങ്ങനെ ഓരോ കണക്ടിവിറ്റി വെച്ചിട്ട് വേണം നമ്മൾ ഓരോ കാര്യങ്ങൾ. ഇവൻ ഒരാൾ ജനിച്ചു കഴിഞ്ഞാൽ ഒരാളെ വൃത്തിയായിട്ട് പോയിക്കാൻ വിദേശത്ത് പോകാനുള്ള യോഗമുണ്ടോ, അല്ലെങ്കിൽ അവിടെ ജീവിതത്തിൽ എത്ര ഉയർച്ച വരും, സമ്പന്നനാവോ, അല്ല ഫൈനാൻഷ്യൽ ലോസ് വരുമോ, ജീവിതത്തിൽ വിദ്യാഭ്യാസം മുടങ്ങുമോ, ടു Z പറയാൻ നമുക്കിവിടെ ടെക്നോളജി ഉണ്ട്. അതാണ് നമുക്ക് ഈ ബൃഹനാടി എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു പ്രഡിക്ഷൻ പാർട്ടുള്ള വ്യത്യാസങ്ങൾ ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. കാരണം എന്ന് പറഞ്ഞാൽ വേറെ ഒരു സയൻസിലും ഇത്ര ഡീറ്റെയിൽഡായിട്ട് പറയാൻ പറ്റത്തില്ല എന്ന് പറയുന്നത് 100%. അപ്പോൾ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.